ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയമില്ല എന്നുള്ള പരാതി ഇട്ടില്ല. ആ മന്ത്രവും ചൊല്ലി കുത്തിരിക്കണവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ അടക്കമുള്ള ആൾക്കാർ പറയുന്ന എക്സ്ക്യൂസാണ് അതിന് എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ഇന്നെക്കൊണ്ടൊന്നും അതിന് പറ്റില്ല, കൂട്ടിയാൽ കൂടുന്ന പണിയല്ല എന്നുള്ളതില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊരു എക്സ്ക്യൂസായി കണ്ടുപിടിച്ച് ആ ഒരു കംഫേർട്ട് സോണിൽ കുത്തിരിക്കണവരാണെന്നുണ്ടെങ്കിൽ എണീറ്റോളി മക്കളെ, നമ്മളെക്കൊണ്ട് കഴിയാത്തതായിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. അപ്പോൾ എന്തായാലും സ്വപ്നം കണ്ട് കുത്തിരിക്കല്ല, ആ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള പരിപാടി. ആരും വന്ന് നമ്മളെ ലൈഫ് അങ്ങോട്ട് മാറ്റി മറിച്ചിട്ടിട്ട് ഭയങ്കര അങ്ങോട്ടാക്കി തരുന്നു ആരും വിചാരിച്ച് കുത്തിരിക്കേണ്ട, ആരും വരാനും പോണില്ല. നമ്മൾ തന്നെ പ്രയത്നിച്ചാൽ മാത്രമേ അതിന് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പിടികിട്ടും. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ആ ഒരു മടി മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തൊരു ടെക്നിക്കും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നേരെ നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. എല്ലാ ദിവസത്തെയും പോലെ തന്നെ രാവിലെ നേരത്തെ അങ്ങോട്ട് എണീറ്റ് വന്ന് നമ്മളെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് അടുക്കളയിലേക്ക് കയറിയത്. അടുക്കളയിൽ കയറി ഒരു അരമണിക്കൂർ അരമണിക്കൂർ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചിലവഴിച്ച് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതണം എന്നുണ്ട് എനിക്ക്. പക്ഷേ അത് എഴുതാൻ രാവിലെ തന്നെ ആ ഒരു എഴുതാനിരിക്കാനുള്ള ഒരു മൈൻഡ് ഇപ്പോഴും വന്നിട്ടില്ല. അതൊന്നും ഒരു ശീലമാക്കി എടുക്കണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറിയിട്ട് ഇതാ തകൃതിയായിട്ട് നമ്മളെ കുക്കിംഗ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ ഇതാ ചോറിന് അരിയിട്ട് അതിൻ്റെ കൂടെ ഉപ്പേരിക്കുള്ളതൊക്കെ റെഡി ആവുന്നുണ്ട്. പിന്നെ അത് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ഇന്നിപ്പം ഗോതമ്പ് ദോശയാണ്, ഈസി കോസി പരിപാടിയാണ്. ഗോതമ്പ് ദോശയും മസാലക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ അത് ഉച്ചക്കത്തേക്ക് കൂടി കണക്കാക്കിയിട്ട് കുറച്ച് നീട്ടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള കറിയുമായി, പിന്നെ രാവിലത്തേക്കുള്ള ദോശക്കുള്ള കറിയുമായി. അപ്പോൾ അങ്ങനെയുള്ള കുക്കിംഗ് പരിപാടികളൊക്കെ നടന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അലക്കാനിട്ടിനി കേട്ടോ. അപ്പോൾ അതും കൂടി അലക്കിയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ആറിയിട്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ മക്കൾ സ്കൂളിൽ പോകേണ്ട തിരക്കാണ്. അപ്പം സ്കൂളിൽ പോകാൻ നിന്നപ്പോഴാണ് ശിഖമോള് ഇതുപോലെ ഒരു ഹോംവർക്ക് ഉണ്ട് എന്നോട് മറന്നുപോയി എന്നും പറഞ്ഞിട്ട് ഫുള്ള് കരയിലും പറയലും പരിഭവവും കാര്യങ്ങളൊക്കെ ആയിട്ട് മറന്നുപോയി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ വേഗം 3 കിളീൻ്റെ ഫോട്ടോ വേണേനി കേട്ടോ, ചിത്രം വേണേനി. അപ്പോൾ അത് വേഗം പഴയ ബുക്കൊക്കെ തിരഞ്ഞു പിടിച്ച് അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ എടുത്ത് കൊണ്ടുപോയി വെട്ടിക്കൊടുത്തപ്പോൾ ഓൾ അതൊക്കെ ഒട്ടിച്ച് ഓൾ എന്തായാലും ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ശിഖമോള് സ്കൂളിലേക്ക് പോകണം. നന്ദൂട്ടിന് എക്സാം ഉള്ള ദിവസമാണ്. അപ്പോൾ ഓന് ഉച്ചക്കാണ് എക്സാം ഉള്ളത്. അപ്പം നന്ദൂട്ടിനെ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശിഖമോള് നന്ദൂട്ടിനും കൂടി അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിതാ ഞാനും നന്ദൂട്ടിനും കൂടി ഇരുന്നിട്ട് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ പണിക്ക് പോയിട്ടാണ്. അപ്പം ഞാനിത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നന്ദൂട്ടിനും കഴിക്കുന്നുണ്ട്. ഓൺ ടി വി ഒക്കെ കണ്ടുകൊണ്ട് സൈലത്തിൻ്റെ ക്ലാസ് ഉണ്ട്, അപ്പോൾ അതും കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ ചായ കൂടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളത് അടുക്കളയിലുള്ള ആ ഒരു വൃത്തിയാക്കലാണ്. അപ്പോൾ രാവിലെ തന്നെ പരിപാടികളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇന്ന് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ തൈരുണ്ട്, അപ്പോൾ തൈര് കുറച്ചുണ്ട്. അപ്പോൾ അതും പിന്നെ ഉപ്പേരി റെഡിയാണ്. പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു വയലറ്റ് ഉണ്ടമുളകില്ലേ, അത് അല്ലാണ്ട് അതിൻ്റെ ഒരു ചുവ ഇഷ്ടമാവണില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി അത് ഉപ്പിലിട്ട് വെച്ച്, അപ്പോൾ ഏട്ടന് നല്ല ഇഷ്ടമായി. അപ്പോൾ അതും ഉണ്ട്. പിന്നെ നമ്മളെ കറി, ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ട്, ചോറ് റെഡിയായി. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ വേഗമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിൻ്റെ പരിപാടിക്ക് നിൽക്കലാണ്. അപ്പോൾ ക്ലീനിങ് ഇതാ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊണ്ട് രാവിലെ തന്നെ ആ ഒരു ഡീപ്പ് ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ആ ഒരു ക്യുക്ക് ക്ലീനിങ് ഉണ്ടാവുമല്ലോ, ഒന്നൊക്കെ വൃത്തിയാക്കി അതിൻ്റെ ഓരോരോ സ്ഥാനത്തേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള. അപ്പം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി അതൊന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ട് അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് ഏറ്റവും മടിയുള്ള പണി ആദ്യം ചെയ്ത് തീർക്കുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടട്ടെ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ചില ആൾക്കാർക്ക് നേരെ തിരിച്ചായിരിക്കും, ഏറ്റവും മടിയുള്ള പണി ലാസ്റ്റിലേക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ എന്താക്കി വേഗം അടുക്കളയിലുള്ള പാത്രം കഴുകലും പരിപാടിയൊക്കെ അങ്ങോട്ട് ചെയ്ത് അടുക്കള അങ്ങോട്ട് ക്ലീനാക്കി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനമാണ്. കുറേ മുക്കാൽ ഭാഗം പണിയും കഴിഞ്ഞല്ലോ, കുക്കിങ്ങും കഴിഞ്ഞ് അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഒരു സമാധാനമാണ് കേട്ടോ. മുക്കാലും കഴിഞ്ഞ് എന്നുള്ളൊരു സമാധാനം. പിന്നെ കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ അത് അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് കഴുകി വെച്ച് പിന്നെ അത് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് തുടച്ചെടുത്ത് ഇനി കൗണ്ടർ ടോപ്പ് ഒന്ന് അങ്ങോട്ട് തുടച്ചിട്ട് കഴിഞ്ഞാൽ അടുക്കളയിലുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് എന്താ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ചെറിയൊരു ടെക്നിക്ക് ഞാൻ ഉപയോഗിച്ചൊരു ടെക്നിക്കാണ് കേട്ടോ. നമ്മളൊരു സമയം നിശ്ചയിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മണി എന്നുള്ള ടൈം നിശ്ചയിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് തീരുമാനിക്കുക 10 മണി വരെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എടുക്കുക. അത് കഴിഞ്ഞാൽ ഞാനൊരു വർക്കിംഗ് വുമൺ എന്നുള്ള സംഗതിയിലേക്ക് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടൈമാണ്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ മനസ്സിനെ ഒന്ന് കബളിപ്പിക്കാന്ന് പറയില്ലേ, അങ്ങനെ മനസ്സിനെ കബളിപ്പിച്ച് അവിടെ വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ പണ്ട് ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരുങ്ങണത് എന്തിനാന്ന് വെച്ചാൽ ഓഫീസിലേക്ക് പോകാനല്ല, ഇത് ഇന്നിപ്പോൾ നമുക്കൊന്ന് കോഴിക്കോട് പോകാനുണ്ട്. അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ, അച്ഛനും അമ്മക്കൊക്കെ സുഖമില്ലാണ്ട് നിൽക്കുകയാണ്. അച്ഛന് ജലദോഷത്തിൻ്റെ കാര്യമൊക്കെ ആയിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷുഗർ കൂടിയിരിക്കണം. അമ്മക്കാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അമ്മ പോയിട്ട്
കാല് പടിയുമിലേക്ക് എടുത്ത് വെച്ചതാണ്. കഷ്ടകാലം വരുമ്പം പിന്നെ നമുക്ക് അങ്ങനെയാണ്, എല്ലാം കൂടിയാണല്ലോ വരിക. കാല് പടിയുമിലേക്കൊന്ന് എടുത്ത് വെച്ചിട്ടോളും, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്ക് കാലൊന്ന് പടം പറഞ്ഞ പോലെയായി. ആ ഒരു ഭാഗത്ത് നീരും കാര്യങ്ങളൊക്കെ ആയിട്ട്, വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ കാലം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പരീക്ഷയാണ്, അല്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ പോവേനി, അറിഞ്ഞപാട് തന്നെ പോവേനി. പക്ഷേ കുട്ടികൾക്ക് സ്കൂളിൽ പരീക്ഷ ആയതുകൊണ്ട് ഓരോ ഇട്ടേച്ച് ഒന്നും അല്ലാത്ത രീതിയിൽ ഇട്ടേച്ച് പോകാനും പറ്റുന്നില്ല. അപ്പം വെള്ളിയാഴ്ച ആകുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ച വെള്ളിയാഴ്ച ശിഖമോൾ സ്കൂളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ച എനിക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നന്ദൂട്ടിനെ പഠിപ്പിക്കാൻ, തിങ്കളാഴ്ച മാത്സാണ് പരീക്ഷ, അപ്പോൾ നന്ദൂട്ടിനെ പഠിപ്പിക്കാനും പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10:15 എൻ്റെ പണികളും കാര്യങ്ങളും ഉച്ചവരെയുള്ള കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി സെറ്റായി. അതിൻ്റെ ഇടയ്ക്ക് നന്ദൂട്ടിന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ലേബറിന്ത്യയിലൊക്കെ നോട്ട് ചെയ്ത് കൊടുത്ത് അതൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങണ കൂട്ടത്തിൽ ഇത് തമ്പനയിൽ എടുക്കാനുള്ള കോപ്പറാറ്റിക്കളിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. അത് ഷൂട്ട് ചെയ്തതാണ്, ഒന്നൊരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഷൂട്ടിങ്ങേന്. അപ്പോൾ 10:15 പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പേ നമ്മളെ പണികളൊക്കെ കഴിയും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വീഡിയോയും കൂടി ഷൂട്ട് ചെയ്യണുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചും കൂടി ടൈം എടുത്തു പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അത് ചെയ്ത് ഇത് ചെയ്തു എന്നുള്ളത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മളിപ്പോൾ ഒരു ടൈം ഫിക്സ് ചെയ്ത് ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ ഈ കാര്യങ്ങൾക്ക് ചെയ്യേണ്ട ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ഞാൻ ചെയ്ത് തീർത്ത് അടുത്ത ഒരു ടൈം ബ്ലോക്ക് വെച്ചിട്ട് ഈ ഒരു ടൈം ബ്ലോക്കിൻ്റെ ഉള്ളിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ PSC ഒക്കെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് തീർത്ത് ഈ ഒരു ടൈം ഉറപ്പായിട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എല്ലാവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടൈം നമ്മൾ എന്തായാലും ഫിക്സ് ചെയ്യുക. ഇത് ജോലിക്ക് പോകുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചല്ല കേട്ടോ. ഒരു റൊട്ടീൻ നിങ്ങൾ എടുത്തു നോക്കുക. ഓർക്ക് എന്തായാലും ഒരു വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ആ ഒരു ടൈമിൽ എത്തിയില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പറയില്ല ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലാന്ന്. അപ്പോൾ ഓരെന്തായാലും നിർബന്ധമായിട്ട് ഓരോ റൊട്ടീനും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഓര് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് നല്ലൊരു റൊട്ടീൻ ഉണ്ടാവും. നമ്മൾ വീട്ടിൽ കുത്തിരിക്കട്ടെ നമ്മക്കാണ് എന്തുണ്ടാവുക, ടൈം കുറേ നമ്മളെ കയ്യിലുണ്ട്, കുറച്ചാവട്ടെ അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ, അവിടെ നിൽക്കട്ടെ, കുറച്ചും കൂടി ടൈമില്ല, അത് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുക, സാവധാനം ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വൈകുന്നേരം രാത്രി വരെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കും. ഇതിൻ്റെ റിസൾട്ട് എന്താണ്? എല്ലാവർക്കും വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? അതും ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മളെ ലൈഫ് ഒന്നുമില്ല എവിടെയും ഇല്ലാണ്ട് എത്താണ്ട് ആ ഒരു രീതിയിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉറപ്പായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈമും പ്രൊഡക്റ്റീവായിട്ടുള്ള കുറച്ച് അല്ലെങ്കിൽ പവറായിട്ടുള്ള കുറച്ച് ടൈം നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ബസ്സിലാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ബസ്സിൽ വരുന്ന വഴിക്ക് നബിദിന ആയതുകൊണ്ട് ഒരു മുട്ടായിയൊക്കെ കിട്ടി, അതൊക്കെ കഴിച്ച് ആ മധുരമൊക്കെ നുണഞ്ഞ് ആസ്വദിച്ച് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 11:45-12 മണീൻ്റെ അടുത്തായിട്ടോ വീട്ടിലെത്താൻ. വരുന്ന വഴിക്ക് ഞാൻ അമ്പലത്തിലേക്ക്, വെള്ളിയാഴ്ച ആയതുകൊണ്ട് അമ്പലത്തിലേക്ക് പൂവൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. മൈതാനത്ത്, വെസ്റ്റിൽ മൈതാനത്താണ് കേട്ടോ ബസ് ഇറങ്ങുക. അപ്പോൾ അവിടുന്ന് പൂവൊക്കെ വാങ്ങി വീട്ടിലെത്തിയതാ. നമ്മളെ ഈ ബ്രിഡ്ജൊക്കെ കയറിയിട്ടാണ് കേട്ടോ. എനിക്ക് ആ റെയിൽ ക്രോസ് ചെയ്യാൻ പേടിയാണ്. ട്രെയിനും കാര്യങ്ങളൊന്നും ഇല്ലേനി ആ സമയത്ത്, പക്ഷേ എന്തിനാണ് റിസ്ക് എടുക്കണത്, നമുക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ പണിതിട്ടത്, അപ്പം റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ബ്രിഡ്ജൊക്കെ കയറിയിട്ടാണ് വന്നത്. ഞാനിപ്പോൾ ഇത് വലിയ സംഭവമായിട്ട് നിങ്ങളോട് പറയുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ഞാനിത് എൻ്റെ പണികളൊക്കെ കാര്യങ്ങളൊക്കെ തീർത്ത് കോഴിക്കോട് എൻ്റെ വീട്ടിലേക്ക് എത്തി എന്നൊക്കെ ഇത് വലിയ കാര്യമായിട്ട് പറയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഇതിനും എത്രയോ 3 മണിക്ക് 3:30 എണീറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് 4:30 ആകുമ്പോഴത്തേക്ക് ജോലിക്ക് ഇറങ്ങി. ഞാനത് ഏതോ ഈ അടുത്തൊരു വ്ളോഗിൽ ഞാൻ കണ്ടിട്ടത്. ആ വ്ളോഗ് ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്, ഒരു റൊട്ടീനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ഇത് കണ്ട സമയത്ത്. ജോലി സ്ഥലത്ത് തിരുവനന്തപുരത്തേക്ക് അത്രയും യാത്ര ചെയ്ത് ജോലിക്ക് പോയി. പിന്നെ ആ ഒരു ഫാമിലീൻ്റെ ആ ഒരു ബോണ്ടിങ് കോംപ്രമൈസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നമുക്ക് വാടകയ്ക്ക് വീടൊക്കെ എടുത്ത് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലീനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് നഷ്ടപ്പെടാണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ അതേപോലെ കൊണ്ടുപോകണം, അത്രയും ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ആ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നത് തന്നെ ജോലിക്കൊക്കെ പോകണ വർക്കിംഗ് വുമൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ റൊട്ടീനൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സമയമുള്ളതനുസരിച്ചിട്ട് നിങ്ങളെ റൊട്ടീനും കാര്യങ്ങളൊക്കെ രാവിലെ എണീക്കുന്നതും നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് ടൈം വെച്ചിട്ട് ഒന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ബ്ലോക്ക് നിങ്ങളിത് ചെയ്യുകയാണ്, ഒന്ന് ഷെയർ ചെയ്യുകയാണ്, കമൻറ്റിലൂടെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ദിവസം ചെയ്യണ ഒരു ദിവസം ഇപ്പം ഞാൻ ചെയ്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടൈം ബ്ലോക്കിങ്ങിൽ വെച്ചത് 11 മണി മുതൽ ഒരു 2:30-3 മണി വരെയുള്ള ആ ഒരു ടൈമാണ് ഞാൻ യൂട്യൂബിൻ്റെ കാര്യങ്ങൾക്കും യൂട്യൂബിലെ കുറേ കാര്യങ്ങൾ പഠിക്കാനാണെങ്കിലും എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി പഠിക്കാനാണെങ്കിലും ഷൂട്ട് ചെയ്യണ ആംഗിളും കാര്യങ്ങളൊക്കെ പഠിക്കാനാണെങ്കിലൊക്കെ എടുക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം ബ്ലോക്കാണ്. അപ്പോൾ അതല്ലാണ്ട് രാവിലെ ഞാൻ ഈ പറഞ്ഞ പോലെ 3 മണിക്ക് മുതലേ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ജോലിക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ രാത്രി തിരിച്ച് വീട്ടിൽ ഒരു 8-8:30-9 മണിക്ക് ആകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് പിന്നെ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അടുത്തൊരു ദിവസം ഈസി ആക്കാൻ, അല്ലെങ്കിൽ ഈസി ആക്കാൻ മീൻസ് അടുത്തൊരു ദിവസം ഇതുപോലെ തന്നെ
ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്ന അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിൽ കൺമുമ്പിൽ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്കും തോന്നൂലേ എനിക്കിങ്ങനെ മടി പിടിച്ചിരുന്നാൽ പറ്റൂല, എന്തെങ്കിലുമൊക്കെ എനിക്കും ചെയ്യണം എന്നുള്ളത് തോന്നും. അപ്പം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പിടിച്ചങ്ങോട്ട് കയറിക്കൊള്ളണം. അല്ലാണ്ട് ഇത് നമ്മൾ 1 വീതം 2 നേരം എന്ന് പറഞ്ഞ് ഗുളിക കുടിക്കണ പോലെ നമുക്ക് മോട്ടിവേഷൻ ആരും വന്ന് കൊണ്ടുത്തരില്ല. അപ്പം അങ്ങനെയുള്ള മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഉറപ്പായിട്ട് നമുക്ക് അതിനുള്ള ആ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ നമുക്കറിയാമല്ലോ വേറെ ആരും പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്കറിയാം നമ്മളെ ലൈഫിൽ ഏതൊരു ഭാഗത്താണ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആവേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ സ്വപ്നം, ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് അത് പിന്നെ ആലോചിച്ച് കുത്തിരിക്കല്ലാണ്ട് അതിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ള ഇവിടുത്തെ വിശേഷം പറഞ്ഞില്ലല്ലോ. ഇവിടുത്തെ വിശേഷം ഒരു 1.5 വിശേഷമാണെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല, ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം എന്താണെന്നൊക്കെ. അപ്പോൾ ഇവിടെ എത്തിയപാട് ഞാൻ ചോറിനുള്ള പരിപാടി ചെയ്യാമെന്ന് വേണ്ടിയിട്ട് വിചാരിച്ചത്. പക്ഷേ ചോറൊക്കെ സെറ്റാക്കി നല്ല സെറ്റപ്പായിട്ട് ഇന്ന് അത്തൊന്നും ആയതുകൊണ്ട് ഇവിടെ അടുത്ത് റീനേച്ചിൻ്റെ അപ്പോൾ ഇവിടെ 3-4 വീട്ടിൽ നിന്ന് ഇങ്ങനെ അച്ഛനും അമ്മക്കും രണ്ടാക്കും വയ്യല്ലോ. അപ്പോൾ അച്ഛനും അമ്മക്കും ഇങ്ങനെ ഭക്ഷണം കൊണ്ടുകൊടുക്കലുണ്ട്. രാവിലത്തെ പലഹാരം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് 2 വീട്ടിൽ നിന്നാണ് കൊണ്ടുകൊടുക്കൽ. അവർക്ക് തിന്ന് വയ്യാണ്ടായി എന്നാണ് കേട്ടോ ഞാൻ വന്നേരം എന്നോട് പറഞ്ഞത്. പിന്നെ ഇപ്പം ഇന്ന് നോക്കുമ്പോൾ ഉച്ചക്കത്തെ ചോറ് റീനേച്ച് കൊണ്ടുവന്നിരിക്കണ ചോറ് എന്ന് പറഞ്ഞാൽ പോരാ, വിഭവ സമൃദ്ധമായിട്ട് എല്ലാ സംഗതികളും ഉണ്ട്. ഉപ്പേരി ഉണ്ട്, പച്ചടി ഉണ്ട്, പപ്പടം ഉണ്ട്, പുളിയുണ്ട്, കറിയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ വഴുതിന ഫ്രൈ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാണ്. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ സെറ്റാണ്. അപ്പോൾ പിന്നെ ഞാൻ വേഗം അലക്കാനുള്ളത് 3-4 ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിന്. അപ്പോൾ അത് പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കാനിട്ട് വേഗം അതൊക്കെ ഒന്ന് ആറിയിട്ട് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛന് പണിയും കാര്യങ്ങളൊന്നും എടുക്കണ്ട. ഇവിടെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുക, അച്ഛൻ പറയണതൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ മൂളിക്കൊടുക്കുക. ഇതുണ്ടെങ്കിൽ തന്നെ അച്ഛന് ഇനി വേറെ ഒന്നും വേണ്ട. വേറെ ഒന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. എന്തെങ്കിലും ഇപ്പോൾ പണി എടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അച്ഛൻ പറയാം അതൊക്കെ അവിടെ വെച്ചേക്ക് മോളെ, ഇവിടെ വന്ന് ഇരിക്കുകയും എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കും കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും ഞങ്ങൾ എന്തെങ്കിലും വർത്താനം, ഞങ്ങൾക്ക് പിന്നെ കണ്ടു കഴിഞ്ഞാൽ വർത്താനം പറഞ്ഞാലും തീരൂല. ഞങ്ങൾ രണ്ടാളും കൂടി കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറയാം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, നിങ്ങൾക്ക് പിന്നെ പറയും നിങ്ങളൊന്നും ഇവിടെ വന്നിരിക്കും കുറേ കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ കുറേ നേരം അച്ഛൻ പറയണമൊക്കെ ഇങ്ങനെ കേട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛന് സന്തോഷമാണ്. ഒരു മിനിറ്റ് ഒന്ന് അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാത്ത ആളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുത്തിരിക്കണത്. പിന്നെ ഞാൻ ഇന്ന് വരുന്ന 2 ആളും പ്രതീക്ഷിച്ചില്ലേന് കേട്ടോ. അപ്പം ഇന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അച്ഛൻ്റെ പനി പമ്പ കടന്നു. അമ്മ പറയാം മക്കളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ പനി പമ്പ കടക്കുന്നു. അനിയത്തി പിന്നെ ഇവിടെ കോളേജിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ചോറൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരലുണ്ട് കേട്ടോ. അപ്പോൾ ഓളെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട്. ഇന്നെയാണ് തീരെ കാണാൻ കിട്ടാണ്ടായത്. അപ്പോൾ ഇന്നിപ്പോൾ കണ്ടപ്പോൾ അത് സന്തോഷമായി. ഇന്ന് വരുന്ന തീരെ വിചാരിക്കാത്തതുകൊണ്ടാണ് ഇത്ര സന്തോഷം. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാണ്ട് നമ്മളിപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ചോറ് നിലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേഗത അടിച്ചു വാരം തുടയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ പണിക്ക് നിന്നതാണ് കേട്ടോ. ഈ അടിച്ചു വരുമ്പോണ്ടല്ലോ ബാഗും ഹെൽമെറ്റും കണ്ടപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്. അപ്പോൾ അനിയത്തിനെ ഞാൻ വിളിച്ച സമയത്ത് ഓൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓള് കോളേജൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നത്. കുറേ ചായക്കുള്ള പലഹാരമൊക്കെ വാങ്ങിയിട്ടാണ് ഓൾ വന്നത്. അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ ഇട്ട് ഓൾ മേലൊക്കെ കഴുകി വന്ന് വേഗം ചായയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അനിയൻ എന്തായാലും മോളെയും കൂട്ടിയിട്ട് സ്കൂളിൽ നിന്ന് മോളെ വിട്ട് കഴിഞ്ഞിട്ട് മോളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടി രാത്രി എല്ലാവരും കൂടി ഒത്തുകൂടി. മക്കളില്ലാത്തതിനെ കൊണ്ട് എനിക്ക് ഒരു സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു സങ്കടം ആയിട്ടോ. ഞാൻ ഇതുവരെ ശിഖമോളെ അങ്ങനെ വിട്ട് നിന്നില്ല. നന്ദൂട്ടിനെ 1-2 പ്രാവശ്യം അങ്ങനെ വിട്ട് നിന്നിക്കണേ. ശിഖമോളെ തീരെ ഇതുവരെ വിട്ട് നിന്നില്ല. പിന്നെ നമ്മളെവിടെയാണോ അത്യാവശ്യമായിട്ട് വേണ്ടത് അവിടെയാണല്ലോ നമ്മൾ വേണ്ടത്. അപ്പം ഇപ്പം എനിക്ക് തോന്നി മക്കളൊക്കെ എന്തായാലും ഒരച്ഛൻ്റെ അടുത്താണല്ലോ, പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, അപ്പം പിന്നെ പ്രശ്നമില്ല. ശിഖമോളോട് ഞാൻ ചോദിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം പറഞ്ഞാൽ എന്നാൽ അമ്മ പോയിക്കോ, അമ്മമ്മക്ക് വയ്യാഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. എന്നാലും ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതുവരെ വലിയൊരു കുഴപ്പമില്ല. ഇനി സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം, കുറച്ച് നേരം ഒരു മിണ്ടാട്ടൊന്നും ഇല്ലാണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിന് കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച ഞാൻ വന്ന് ശനിയാഴ്ച രാവിലെ 6:45 ഒരു ട്രെയിൻ ഉണ്ട്. 6:45 7:15 ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അമ്മയാണെങ്കിൽ അടങ്ങി നിൽക്കണേ ഇല്ല, റെസ്റ്റ് എടുക്കണം. നമ്മൾ വൈദ്യരെ കൊണ്ട് ഉയിച്ച് കെട്ടിക്കലേന് കേട്ടോ. അപ്പോൾ അമ്മ തീരെ അതിന് നല്ല റെസ്റ്റ് വേണം. അപ്പോൾ അമ്മ തീരെ റെസ്റ്റ് എടുക്കില്ല. ഞാൻ ഈ പറഞ്ഞില്ല ഒരു മിനിറ്റ് അടങ്ങിക്കാത്ത ആളാണ്. അപ്പം ഇങ്ങനെ കൊക്കിച്ച് നടക്കൽ തന്നെയാണ് പണി. ഇതെടുത്ത് അങ്ങോട്ട് മാറ്റി ഇങ്ങനെ അടങ്ങിയിരിക്കണേ ഇല്ല. അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞ് നമ്മളൊരു സമാധാനത്തിന് എക്സ്റേ ഒക്കെ ഒന്ന് എടുത്ത്
നോക്കി വേദന ഉണ്ടെങ്കിലും അമ്മ പറയില്ല. അപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി ഒന്ന് നമുക്കൊന്ന് കാണിക്കാം, എന്തായാലും ഒന്ന് കാണിക്കാം. അപ്പം ഞാൻ പിന്നെ രാവിലെ തന്നെ പോകുമ്പോൾ എനിക്ക് പിന്നെ അതൊരു മനസ്സമാധാനക്കേടാവും എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ രാത്രി തന്നെ കൊണ്ടുപോയി കാണിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബീച്ച് ആശുപത്രിയിലേക്ക് പോരുന്ന പോക്കാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത്. അപ്പോൾ അവിടെ ബീച്ച് ആശുപത്രിയിൽ നമ്മളെ കാഷ്വാലിറ്റിയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വിളിച്ച് ചോദിച്ചപ്പം ഡോക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പം പിന്നെ അങ്ങോട്ട് പോയി. അപ്പോൾ വലിയ തിരക്കുണ്ടോയെന്ന് വെച്ചാൽ തിരക്കില്ല, എന്നാൽ തിരക്കുണ്ടാനും. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടർ എക്സ്റേ ഒക്കെ എഴുതി. അപ്പോൾ അങ്ങനെ അവിടുന്ന് എക്സ്റേ ഒക്കെ എടുത്ത് പിന്നെ പൊട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പം തന്നെ ഒരു സമാധാനമായി, പൊട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ലിഗമെൻറ്റിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും 3 ആഴ്ചത്തേക്ക് ബാൻഡേജ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുക, മരുന്നും കാര്യങ്ങളൊക്കെ തന്ന്. അപ്പോൾ എന്തായാലും ഒരു സമാധാനമായി. ചെറിയ വീക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങളും പേടിച്ചിന് കേട്ടോ, എന്തെങ്കിലും പൊട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ എന്തായാലും അതൊന്നും ദൈവം സഹായിച്ച് അതൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും അങ്ങനെ രാത്രി അമ്മേനെ കാണിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 10:45-11 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും പ്രൊഡക്റ്റീവായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മറന്നു പോകണ്ട, ഉറപ്പായിട്ടും ഇന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക നമ്മളെ പ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ പവർ അവറായിട്ടുള്ള ടൈം എത്രയാണെന്നുള്ളത്. ഈ ടൈം മുതൽ ഈ ടൈം വരെയാണ് എൻ്റെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം എന്നുള്ളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിന് എന്തായാലും നമ്മൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക, ശ്രദ്ധിക്കാം. ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ അതിന് മുമ്പേ ചെയ്ത് തീർത്ത് നല്ലൊരു റൊട്ടീൻ ഫോളോ ചെയ്യാം. നമുക്ക് ഓരോ ദിവസവും പ്രൊഡക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ സമ്മായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ റിസൾട്ടായിരിക്കും നമ്മളെ സ്വപ്നം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിക്കാം. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഓണമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഓണം വ്ളോഗ്സ് ഒന്നും കാണാത്തത്. അപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേഗം കാണാം. ബൈ ബൈ.